ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ ഇത് അഭിനയിച്ചപ്പോൾ എനിക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള മനസ്സിൻ്റെ ഇത്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ചെയ്ത ഒരു റീൽസ് കണ്ടിട്ടാണ് ഗണപതിക്ക് ലഡു പൊട്ടി എന്ന് പറയുന്നത്. ഈ സിനിമയിൽ പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അമ്മാമ ഈ വീൽ ചെയറിൽ സ്പീഡിൽ പറപ്പിക്കുന്ന പല രംഗങ്ങളുണ്ടല്ലോ. അതിനെന്താ ഞാൻ ചെയ്യാലോ, അത് ഒറിജിനലായിട്ട് ചെയ്തത്. അപ്പൊ ചിദംബരമൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയല്ലേ. ഞാൻ മമ്മൂട്ടി മോഹൻലാലിന്റെ പടം മാത്രമേ കാണൂ. എന്നിട്ട് മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം മമ്മൂട്ടിയാണ്. അതെന്താന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടറും മോഹൻലാലിൻ്റെ രണ്ട് വീതമാണ്. കെട്ടിയ മോഹൻലാലിൻ്റെ ആളാണ്, ഞാൻ മമ്മൂട്ടിയുടെ ആളാണ്. തല്ലുകൂട്ടാനാണ്. അടുത്ത സിനിമ എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടല്ലോ, അങ്ങനെ ആയി തുടങ്ങി. അതിന് നമ്മൾ സ്വപ്നം ആക്കണ്ട, അത് നേരാകുമ്പോൾ വന്നെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാണ്ട് ചാടി കയറി സിനിമ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ത്യാഗം ചെയ്യാനൊന്നും ഞാൻ തരാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്നെ പൊന്നുപോലെ എൻ്റെ മക്കൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതൊരു രസമല്ലേ, അത്രമാത്രം. ഈ ബാലനിലെ തരംഗമായ അമ്മാമയില്ലേ, ആ തോക്കൊക്കെ ചൂണ്ടിയുള്ള അമ്മാമ, ആ അമ്മാമയാണ് ഇന്ന് എന്നോടൊപ്പം. വെൽക്കം ടു മൂവി. ഈ സിനിമ കാണിക്കുന്ന ആള് തന്നെയാണോ റിയൽ ലൈഫിൽ? അതെ അതെ. ഇച്ചിരി ഗൗരവമൊക്കെ ഉള്ള ആള് തന്നെയാണ്. അപ്പൊ സിനിമയിലേക്ക് വരാൻ നേരത്ത് ഇപ്പൊ ചിദംബരം ഒക്കെ തന്നൊരു ബ്രീഫ് എന്തായിരുന്നു? ഇങ്ങനെ ആയിരിക്കണം ആ ക്യാരക്ടർ, ഇങ്ങനെ ആയിരിക്കണം ആ ക്യാരക്ടർ എന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് അവരാദ്യം തന്നെ വന്ന് കണ്ടപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് അമ്മാമയായാ മതി എന്ന് പറഞ്ഞു. അതെ. അപ്പൊ പിന്നെ ആദ്യം അവര് പറഞ്ഞതനുസരിച്ച് തന്നെ പിന്നെ അവർക്ക് എന്നോട് വലുതായിട്ടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. എന്നാലും ആ ഭാഗത്തെയൊക്കെ അവർ ആദ്യം പറഞ്ഞു തരും, ഇങ്ങനെ. അതേപോലെ റിയൽ ലൈഫിൽ ഈ തോക്കൊക്കെ ചൂണ്ടി ആളുകളെ പേടിപ്പിക്കാറുണ്ടോ? അങ്ങനെ പേടിപ്പിക്കാറില്ല. പക്ഷെ എന്റെ അപ്പച്ചന് ചെറുപ്പത്തിൽ ഇങ്ങനെ കളത്തോക്ക് വീട്ടിലെ ഇടപാടിക്കില്ലായിരുന്നു. കാട്ടിലെ നായരിനൊക്കെ പോയിട്ട് അന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ദസ്റ്റ് തോക്കൊക്കെ എടുത്ത് വെടിവെച്ചിട്ട് സിനിമയെ വെടിവെച്ചു. പക്ഷെ തോക്കായിട്ടൊരു ചെറിയ പ്രാക്ടീസ് ഉണ്ട്. കണ്ടാ പേടിക്കണ്ട, അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ, അല്ലാണ്ട് നമ്മള് വെടിവെച്ചിട്ടുണ്ട്. ഈ കുട്ടിക്കാലത്ത് ഈ തോക്ക് വെക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്നു ഞാനൊരു സിനിമാക്കാരിയാവും? കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഒരാലോചിച്ചിട്ടുണ്ട്. യാദൃശ്യമായിട്ട് വന്നൊരു സംഭവമാണ്. ഈ സിനിമയിൽ പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അമ്മാമ ഈ വീൽ ചെയറിൽ സ്പീഡിൽ പറപ്പിക്കുന്ന പല രംഗങ്ങളുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് ഷൂട്ടിങ്ങും എങ്ങനെയായിരുന്നു? അത് ഒറിജിനലായിട്ട് ചെയ്തത്. ഒറിജിനലായിട്ട് ചെയ്തത്. കാരണം അത് ഡൂപ്പൊന്നുമല്ല. ആദ്യം ഒരു ഡൂപ്പിനെ എനിക്ക് വേറെ കൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ചെയ്ത് പങ്കെടുക്കുന്ന ഒരു ചെറിയ അപകടം പോലെയൊക്കെ പറ്റിയപ്പോ മാറ്റി. അപ്പൊ ഞാൻ ചെയ്യാന്നുള്ളത് എന്റെ അടുത്ത് ഞാൻ തന്നെ അമ്മാമ തന്നെ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ ചിദംബരമൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചിദംബരത്തിനൊക്കെ അവർക്ക് എന്തായാലും വളരെ സന്തോഷം. അവർക്കറിയാം ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അവര് എടുക്കില്ലല്ലോ 76 വയസ്സില് ഈ ഓണങ്ങേറ മൂല്യം ഒന്ന് അന്വേഷിച്ചിങ്ങനെ കണ്ടെത്തണമെങ്കിൽ സ്വല്പം എന്തെങ്കിലും ഇല്ലാണ്ട് അവര് കണ്ടെത്തില്ല. അപ്പൊ അവര് കണ്ടെത്തി. അമ്മാമയുടെ ആദ്യം സംസാരിക്കുമ്പോ തന്നെ ആ വൈബ് കിട്ടുന്നുണ്ട്. അതെ, ആദ്യം തന്നെ എനിക്ക് അവര് ഗണപതി അതിനെന്താ ഞാൻ ചെയ്യാലോ, ഇതിന്റെ ഗന്ധമൊന്നും മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതല്ല. ആ ഒരു ധൈര്യം ഗണപതിയെ വിളിച്ചു. ഗണപതിയാണ് ഇതിന്റെ മെയിൻ ആള്. ഒക്കെ എല്ലാം. പിന്നെ ചിലപ്പോൾ കൂടെ താഴെ തൊട്ട് അടിവരെയുള്ള എല്ലാ വ്യക്തികളും ഒരാളല്ല, എല്ലാവരും എന്നോട് സ്നേഹമായിട്ടും ഞാൻ പോരുന്ന ആള് വരെ ആത്മാർത്ഥമായിട്ടും ഭക്ഷണം തരുന്ന വ്യക്തികൾ വരെ വളരെ സ്നേഹമായിരുന്നു. ഈ ആക്ടിങ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സിനിമകളെ മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ പറയും ശോഭന, ഉർവശി, ഇങ്ങനെ പല സംഗതികളും കാണും. എന്തെങ്കിലുമൊക്കെ അഭിനയിക്കണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അമ്മാമ സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന്റെ ഒരു സെറ്റപ്പ് വേറെയാണോ? ലൈറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം? ഞാൻ സിനിമയിലേക്ക് വന്നപ്പോ ഇത് അഭിനയിച്ചപ്പോ എനിക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല. കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള മനസ്സിന്റെ ഇത്. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ എല്ലാ പരിപാടികളിലും എല്ലാത്തിനും ചാടി കയറി പരിപാടി എടുക്കും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഇന്നും മാറില്ല. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ചെയ്തിരിക്കും. കാര്യം നിസാരത്തിന്റെ മുകളിൽ വീട് പണിത് വന്നപ്പോ അന്നൊന്ന് കയറിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാരണം കള്ളത്തരം കണ്ടുപിടിക്കാൻ
അപ്പൊ റിയോനെ പേടിയുണ്ട്. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയും. പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ വന്നാൽ തന്നെ പുറത്ത് കുറ്റിയിട്ടിട്ടാ പോകും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഞാൻ വന്നപ്പോഴും പുറത്ത് കുറ്റിയിട്ടിട്ട് ആള് പോവുള്ളൂ. അപ്പൊ എന്നെ നല്ല നോട്ടാണ്, നല്ല സ്നേഹമാണ്, എനിക്കൊന്നും വരരുതെന്ന് കരുതിക്കൊണ്ടാണ് അവൻ. അത് കാരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ അവന്റെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുള്ളൂ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും എന്തെങ്കിലും വന്നാലും. പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണ്. കടയിൽ ഒരു കടയുണ്ട്, അവിടെ പോയി ഇരിക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കടയിൽ മൊത്തം സെൽഫിക്കാരുടെ വെള്ളം എല്ലായിടത്തും ഉണ്ട്. സിനിമ കഴിഞ്ഞാലും മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. വേറെ അവസരങ്ങളൊക്കെ കിട്ടിയോ? വേറെ ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കാനൊക്കെ തുടങ്ങി? ഒരാള് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ സാബു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ ഒരു മാനേജറായി. അങ്ങോട്ടാണ് എന്നെ കാറിൽ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്ത്. അന്നും ഇന്നും ഒരേ സ്നേഹമുള്ള ഒരു വ്യക്തി. ഇപ്പോഴും വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഫാമിലി അടക്കം വന്നിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടിയാണ്, നല്ല മനുഷ്യനാണ്, അവന്റെ പ്രായമുള്ളൂ. അപ്പൊ ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മിക്കവാറും ഡെയിലി വിളിക്കും. അല്ലെങ്കിൽ ഒന്നരാണെങ്കിൽ ചിലപ്പോൾ മൂപ്പര് തിരക്കിലാണെങ്കിൽ ഫോൺ എടുക്കില്ല. അപ്പൊ എനിക്ക് മെസ്സേജ് അയക്കും. ആദ്യം ഞാൻ വന്നോണ്ട് വിളിച്ചപ്പോൾ എടുത്തേയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നീ ആരാടാ പറയുന്നു ഗൗരവത്തിൽ 4 ഡയലോഗ് വാട്സപ്പിൽ ഫോൺ എടുത്തു. അപ്പൊ അമ്മാമ ഞാൻ ഇങ്ങനെ തിരക്കാണ്, പിന്നെ മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ അതൊന്ന് അത് കഴിഞ്ഞാൽ ഒരു കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നു. ഇപ്പൊ എപ്പോ ഫോൺ ചെയ്താലും എടുക്കും. അപ്പൊ പിന്നെ അപ്പൊ എന്നോട് നമുക്ക് ഒന്നിച്ച് ഇവിടെ സിനിമ കാണാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നെ എറണാകുളത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയി. അതാൾക്ക് മാനസികമായിട്ട് സ്വല്പം വിഷമത്തിലായി. അപ്പൊ കല്യാണത്തിന് വരും. ജൂലൈ ചെറുമോളുടെ കല്യാണമാണ് 3-ാം തീയതി. അത് ഞങ്ങളിവിടെ പട്ടിക്കാട് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5-ാം തീയതി അവരുടെ കല്യാണം തൃശ്ശൂർ. 3-ാം തീയതി വരും. അപ്പൊ എന്താ പറയാ, മുസ്ലിം കുട്ടിയാണോ എങ്കിലും എന്റെ ഒരു മോന്റെ പോലെ തന്നെ ഞാൻ ഇന്ന് സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഈ സിനിമ ലൊക്കേഷൻ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന വേറെ അനുഭവമാണ്. ലൈറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, ഒരു ഷോട്ടിന് വേണ്ടി കുറെ നേരം ഇരിക്കും. അത് അമ്മാമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കത് ഒരു വിഷമാക്കില്ല. അവരങ്ങനെയുള്ള സമയത്തുകൾ എന്നെ റൂമിൽ കൊണ്ടുപോയി റെസ്റ്റ് ആയിട്ട് കിടത്തും. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോ എന്നെ വീണ്ടും എനിക്കതൊന്നും ഒരു ഭാരമാക്കി അവർ ചെയ്തിട്ടില്ല. ഒരു കാര്യവും കാര്യമായിട്ട് എന്നെ നോക്കാനൊരായം നിർത്തിയിരുന്നു. ദിവസം 1000 രൂപയായിരുന്നു, 1.5 മാസം. അതെല്ലാം കൊണ്ട് സൗഭാഗ്യ ജീവിതമായിരുന്നു. അതെ. ഈ സിനിമയില് ബുഡ അടിക്കുന്ന ഒരു അമ്മയായിട്ടാണല്ലോ അടിക്കുന്നത്. റിയൽ ലൈഫിൽ ഈ ബുഡയൊക്കെ പറയാറുണ്ട്. നുണയല്ല, ഇങ്ങനെ ചെറിയൊരു വെച്ചിട്ട് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കയ്യില്. മീൻസ് ഈ അമ്മാമ്മ സിനിമയിലേക്ക് വന്നതിന് ശേഷം അമ്മാമ്മയുടെ ഇതേപോലെ കുറെ മാനറിസങ്ങള് കാര്യങ്ങള് അമ്മാമ്മയുടെ ഇതേപോലെ ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സിനിമയിൽ ആ ക്യാരക്ടറിലേക്ക് ഇട്ടിട്ടുണ്ടോ? അങ്ങനെ എന്റെ തയ്യല് ഇട്ടിട്ടുണ്ട്. തയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ വെറുതെ ഇരിക്കില്ല, ചവിട്ടികളും അതും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് തയ്ക്കും. പിന്നെ വീട്ടിൽ വൈകുന്നേരം 5 മണിക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കും, ഒരു 6:30 വരെ. അത് കഴിഞ്ഞാൽ പ്രാർത്ഥന മാറ്റും, എല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കും. ആദ്യം ദൈവം, പിന്നെ എന്റെ ആവശ്യം, പിന്നെ ഏഷ്യാനെറ്റ് സീരിയലുകൾ. അതൊരു 10:30-10:45 വരെ. അതിനകത്ത് ഞങ്ങളുടെ കടയിലേക്ക് അരിയാനുണ്ടാവും, കാബേജ്, പച്ചക്കറികൾ, അതൊക്കെ ഇരുന്നരിയും. ഈ സീരിയലും കണ്ടോ? അതെനിക്ക് എത്ര വിറ്റാലും വിഷമല്ല, ചെയ്യാൻ സീരിയല് അതിനോടും ജ്വരമില്ല, അത് കാണും, ഇതും വർക്ക് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഇത് കാണുമ്പോ വേണം എനിക്ക്, അല്ലെങ്കിൽ വഴക്കുണ്ടാകും. പഴയ സാരി കൊണ്ട് തയ്ക്കാറ്. സാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയോണോടും പഞ്ചിയോടും വഴക്കുണ്ടാക്കും. എനിക്ക് പണിയില്ല, എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോ എവിടെയെങ്കിലും പോയിട്ട് ഒരു 4 സാരി തപ്പിക്കൊണ്ടുവരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം. ഈ അയൽവക്കക്കാരും കൂട്ടുകാരികളൊക്കെ എന്തായിരുന്നു? സിനിമാക്കാരിയായെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു. എനിക്ക് ഇവിടെ അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല, കാരണം ഞാൻ ഇങ്ങനെ അകത്തുനിന്ന് പുറത്തിറങ്ങില്ല. പിന്നെ ഇവിടെ വന്നിട്ടും ഇതല്ലേ, ഞങ്ങൾ പഴയ വീട്ടിലൊക്കെ ഭയങ്കര കൂട്ടും കേട്ടിരിക്കുന്നു. ഇപ്പൊ അവരായിട്ടൊക്കെ കണക്ട് കിട്ടും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഏറ്റവും കൂട്ടി ഇവര് തന്നെ, അമ്മയും മോളും. ഈ സിനിമ എത്ര നാളുണ്ടായിരുന്നു? അപ്പൊ അതിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? താമസം കാര്യങ്ങൾ സുഖ സൗകര്യമായിരുന്നു. വയനാട്ടിലായിരുന്നു. കഷ്ടി 1.5 മാസം, 1.5 എന്ന് പറയാനില്ല, ഉണ്ടായിരുന്നു. എനിക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വേറെയായിരുന്നു. എനിക്ക് നല്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് ഉള്ളതായിരുന്നു, ഓരോ ബിൽഡിംഗ്. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോണ വേറെ സ്ഥലത്തേക്കാണ്.
രാവിലെ 6 മണിക്ക് വണ്ടി വരും, ഷൂട്ടിങ്ങിന് പോകും. അത് കഴിയുമ്പോൾ തിരിച്ചു വരും. ഭക്ഷണമൊക്കെ ഉള്ള ക്ലിയർ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. അതിനൊന്നും ഒരു കുറവില്ല. താമസ സൗകര്യത്തിന് കുറവില്ല. തുണി അലക്കി തേച്ച് വരും. ഒന്നിനും ബുദ്ധിമുട്ടില്ല. ഈ അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു സിനിമയിൽ എത്തിപ്പെട്ടത്? ഈ ഗണപതിയുടെ മുന്നിൽ എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അത് എന്റെ പേരക്കുട്ടിയായിട്ട് ഞങ്ങൾ റീൽസ് ചെയ്യാറ്. അങ്ങനെ ചെയ്ത് ഒരു റീൽസ് കണ്ടിട്ടാണ് ഗണപതിക്ക് ലഡു പൊട്ടിയെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഗണപതി വന്ന് കണ്ടതും പോയത്. ഇതിനകത്ത് വേറൊരാളുണ്ടെന്ന് പറയുന്നുണ്ട്, റിയോൺ. കാരണം അവരാണ് ആദ്യം എന്നെ വിളിച്ചത്. എന്നെ ചോദിച്ചു സിനിമയിൽ. അപ്പൊ അവൻ പറഞ്ഞ അമ്മ നോക്കിയ ആരോഗ്യമൊക്കെ കുറവാണ്, നടക്കാനൊന്നും പറ്റില്ല, വിചാരിച്ച പോലെയൊന്നും ഇല്ല ആളും പറഞ്ഞു. അപ്പോഴാണ് ഗണപതി വന്നു. ഗണപതി വന്ന് എത്ര പ്രാവശ്യം, പല പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടു. ഗണപതിയും വേറെ കുറെ ആൾക്കാർ എല്ലാവരും വന്ന് കണ്ടു. അപ്പൊ അവർക്കും മനസ്സിലായി അമ്മ ചെയ്യാൻ പ്രാപ്തിയാണ്. അവര് വന്നിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? മീൻസ് ഞങ്ങൾ നോക്കി എന്ത് ഡയലോഗ്? അത് അവര് ആദ്യത്തെ സീനൊക്കെ ഒന്ന് വെറുതെ എടുത്തു നോക്കി. ഇവിടെ വെച്ച് എടുത്തപ്പോ അവർക്ക് മനസ്സിലായി ആള് ചില്ലറക്കാരി. പിന്നെ ഞാൻ പറഞ്ഞപ്പോ ഇത് നിങ്ങൾ നോക്കണ്ട, യഥാർത്ഥ വസ്തു എനിക്ക് വരുമ്പോഴല്ലേ വേണ്ടു. തീർച്ചയായും നേരത്തെ വരുമ്പോ ഞാനാവും. അപ്പൊ അവർക്ക് കഴിയുണ്ടായി, ഞാനാവും. അവര് ഞാനാക്കി കാണിച്ചു കൊടുത്തു. എനിക്കൊരു സന്തോഷമായി സിനിമ കണ്ടപ്പോ. എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ ദൈവം അവസരം തന്നല്ലോ, ചെയ്യാനുള്ള ശക്തി അതൊക്കെ വേണ്ടേ? വേണമല്ലോ. അതെല്ലാം തന്നു. പിന്നെ എന്റെ കെട്ടിയവനായിരുന്നു സിനിമയില് നടക്കണം ആഗ്രഹക്കാരൻ. അങ്ങോട്ട് സാധിച്ചില്ല. അത് ഞാനായിട്ട് തന്നെ അങ്ങോട്ട് ആത്മാവ് കാണട്ടെ. സന്തോഷം. ഈ സിനിമ ലൊക്കേഷനില് ബാക്കിയുള്ള ആക്ടർ ടോവിനോനൊക്കെ കണ്ടോ? എങ്ങനെയാ? എല്ലാവരെയും കണ്ടു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ സിനിമയെ പറ്റി അവിടെയുള്ളവരെ പറ്റി ഒന്നും അത്ര പേരും നാളും ഒന്നും അറിയില്ല. എനിക്ക് എല്ലാ വ്യക്തികളും എൻ്റെ അടുത്ത് വന്നിരുന്നു. എല്ലാവരും എന്താ പറയാ, അങ്ങ് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. ബീനാന്റണി ഭർത്താവ്, എല്ലാവരും എനിക്ക് ഒരാളെ എടുത്ത് നീക്കിയിടായില്ല. നമ്മുടെ വേടം വന്നിട്ടുണ്ടായിരുന്നു. വേടനെ കണ്ടു. വേടനെ എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടം, യൂട്യൂബിൽ കൂടെ കാണാറ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നമ്മുടെ അയ്യം വിജയന്റെ മോനാണ്. അപ്പൊ അന്ന് വരും വേടൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് കാണാമല്ലോ. അപ്പൊ വേടം വന്ന അപ്പൊ വേടനെ ഇങ്ങനെ സന്ദർഭത്തിൽ കാണാൻ പറ്റി, സന്തോഷം കണ്ടു. അതങ്ങനെ. പിന്നെ ഇനിയിപ്പോ വിവിധ ആൾക്കാരെയൊക്കെ 5-ാം തീയതി കാണാം. ഈ അതോടൊപ്പം തന്നെ ബാലൻ എങ്ങനെയാണോ? പയ്യൻ നല്ല മിടുക്കന, രണ്ടുപേരും മിടുക്കന. ചെറുത് വേറൊരു മിടുക്ക്, മറ്റോരും മിടുക്ക്. രണ്ടുപേരും നല്ല മക്കളാ. അവർ നായിക നല്ലതാണ്. ഞങ്ങള് 4 മോശമൊന്നുമില്ല. അതെ. ഈ ബേസിക്കലി ഈ പടം കണ്ട എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ്. ഈ ഗണപതി എങ്ങനെ ഇത്രയും കണ്ടുപിടിച്ചു, അങ്ങനെ ഒരു കമന്റ് ശരിയാണല്ലോ. അതെ തീർച്ചയായും. ചെറിയ ബാലിന്റെ സീൻ കഴിഞ്ഞ് മറ്റേ ബാലൻ വന്നു. ആ ബാലിന് ഈ ബാലിനായിട്ട് 30% മാച്ചാ. കംപ്ലീറ്റ് എന്ന് പറയാനില്ല, എങ്കിലും കണ്ടുകൊണ്ടും അഭിനയം കൊണ്ടും ഒക്കെ ആ ബാലിനായിട്ട് വലിയ തെറ്റില്ല. അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ നടിയും മോശമില്ല, നല്ല ക്യാരക്ടറാണ്. ഞങ്ങൾ 4 പേര് അതിന് പുതുമുഖം എന്ന് പറയാനുള്ളൂ. പഴയ ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ 4 പൊളിച്ചിട്ടുണ്ട്. ഈ ജീൻ പോൾ ലാലുണ്ടല്ലോ, പോലീസുകാരനായിട്ട്. അപ്പൊ അതും എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ പടം കണ്ടപ്പോ ഉണ്ടായിരുന്നു പെർഫോമൻസ്? പഴയ ലാലിനെയൊക്കെ ഓർമ്മ വന്നു? അപ്പൊ ഞാൻ അങ്ങനെ പടം കാണാറില്ല. ഞാൻ മമ്മൂട്ടി മോഹൻലാലിന്റെ പടം മാത്രമേ കാണൂ. പിന്നെ അത് വിട്ടിട്ട് ഞാൻ ആരെയും പിന്നെ മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം മമ്മൂട്ടിയാണ്. അതെന്താണ്? അതെന്താന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അത് എന്താന്ന് ചോദിക്കരുത്, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ നിങ്ങൾ 3 പേരുണ്ടായാലും ആരെയും ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം ഒരാളെ ആവും. പറയൂ, മോനെ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല. അത് ഓരോ മനസ്സിലാവും. മമ്മൂട്ടിന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറും മോഹൻലാലിന്റെ 2 വീതം. എനിക്ക് മമ്മൂട്ടിയുടെയാണ് ഇഷ്ടം. ഞാൻ വീട്ടില് മമ്മൂട്ടിയുടെ പടത്തിനെ പോവുള്ളൂ. കെട്ടിയ മോഹൻലാലിന്റെ ആളാ, ഞാൻ മമ്മൂട്ടിയുടെ. തല്ലുകൂട്ടാനാണ്. രണ്ടുപേരും അതെ തല്ലൂർ. എനിക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ സ്വഭാവം.
മോഹൻലാലിന് ഇഷ്ടല്ല എന്നല്ല. അല്ല അല്ല എങ്കിലും കൂടുതലൊരു ഒരു താല്പര്യം. ഇപ്പൊ മക്കള് നാലിനെങ്കിലും 4 പേരെ ഒരു കയ്യിൽ കാണില്ല. ഒരു കുട്ടീനെ ഒരു അമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അത് പുറത്ത് പറയാനും പറ്റത്തില്ല. ഞാൻ പറയും എനിക്ക് 5 പേരെ കുട്ടികളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അതിപ്പോ തുറന്നു പറയാനുണ്ടെന്താ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ കേൾക്കണ്ട. ഇവനും അങ്ങനെയാണ്, അവർക്കും ഇങ്ങനെയാണ്. അവർക്ക് ഇവനോട് അല്ല പുള്ളിയെടുത്ത് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പീരിയൻസ് പോലെ ഇന്റർവ്യൂവിന്റെ ഇടക്കൊന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ചെറുമോനാണല്ലോ കൂടുതലും അമ്മാമ്മയായിട്ട് കൂടുതലും കൊണ്ട് നടക്കുന്നത് റീൽസിലൊക്കെ. അപ്പൊ അവൻ പറഞ്ഞു, ബ്രോ ഞാനിവിടെ തിരക്കാ, ഞാൻ ഫേമസ് ആയില്ലേലും അമ്മാമ്മ ഫേമസ് ആയത്, എനിക്ക് അതാ മതി. ആളാം കൂടെ ഫുൾ ഓൺ അമ്മാമ്മ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. എന്റെ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. ആണല്ലേ. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ്സ് കാണാൻ നേരത്തെ തന്നെ ആ ഒരു ടെമ്പോ ഫീൽ ചെറുപ്പം തൊട്ട് അങ്ങനെയാ. അവര് 3 മാസമുള്ളപ്പോ അവന്റെ അമ്മ ജോലിക്ക് പോയി. അന്ന് തൊട്ട് വളർത്തിയത് ഞാൻ. അന്ന് കാലത്ത് പിന്നെ തെറി പറയുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ദേഷ്യം പറഞ്ഞാൽ ഒരു തെറി പറഞ്ഞാൽ അപ്പം നിർത്തി നോക്കാൻ അന്നേ ഇങ്ങനെയാ. എപ്പോഴായാലും ഇഷ്ടം. ദുബായി പോയിട്ട് എല്ലാ ദിവസവും വിളിക്കല്ലോ വൈകുന്നേരം. അപ്പൊ അമ്മാമ്മ 2 തെറിയ, അതായത് യാചിച്ചിട്ടാ പറയാ. അപ്പൊ കൂട്ടുകാരെ ഒക്കെ വിളിക്കും, വാടാ എന്റെ അമ്മമ്മയുടെ തെറിയ. അങ്ങനെ ആൾക്ക് ഇഷ്ടമാണ്. അവനോട് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ തെറിയൊന്നും പറഞ്ഞില്ല. അവന്റെ ഒരു ഇഷ്ടം അണിയാവട്ടെ. നിങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണാൻ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒട്ടൊരുമ ഇരുന്നിട്ട് ഇതെല്ലാം അമ്മാമ്മയുടെ വായിന്ന് എന്തെങ്കിലും കേൾക്കാൻ അതിന് ഇവന് സൂത്രത്തിൽ ഈ ഫോൺ എവിടെയെങ്കിലും വെക്കുക, അത് വെച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. അപ്പൊ എനിക്കറിയില്ല ഇവ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ ഇവൻ എടുത്ത് പുറത്തേക്കൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പെങ്ങൾ ഇത് കണ്ടു. പെങ്ങൾ ഇത് കണ്ടിട്ട് ആകെ പ്രശ്നമാക്കി. എന്റെ മൂത്ത മോളോട് വിളിച്ചു പറഞ്ഞു. മൂത്ത മോളോട് അവന്റെ അപ്പനോട് വിളിച്ചു പറഞ്ഞു. അപ്പം വിളിച്ചിട്ട് ഇറങ്ങടാ പുറത്ത്, നീ അകത്ത് നിൽക്കണ്ട, ഇങ്ങനത്തെ പണിയൊക്കെ. അപ്പൊ നമ്മ വാടകയ്ക്ക് പോവാം എന്നൊന്ന് ഞങ്ങള് വാടകയ്ക്ക് തയ്യാറായതാ. അങ്ങനെ അവനെ കണ്ടമാനം എല്ലാരും വേദനിപ്പിച്ചിട്ടുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം അനിയത്തിമാരും ഒക്കെ എല്ലാരും എതിർത്ത് നിന്നാലും ഈ അമ്മാമ മതിയല്ലോ. അമ്മാമ്മയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഓടാ പുല്ലെന്ന് പറയുന്നത്. ഇത് ലോകം ആരെ നിർത്താനും ഞാൻ സംഭവിക്കില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര. പിന്നെ പെങ്ങളെന്ന് പറഞ്ഞില്ലേ, എന്റെ ജീവനാണ്. എന്റെ എല്ലാ കാര്യം അന്വേഷിക്കുന്നവളാണ്. ഒരു കാര്യം എനിക്ക് ഇന്നെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഓൺലൈനായിട്ട് വരും. എല്ലാ സാധനവും ഉള്ള കാര്യമായിട്ടാണ് നോക്കും. ഇവൻ എന്റെ മറ്റുള്ള കാര്യങ്ങൾ, എന്റെ ഭക്ഷണം മുറുക്കാൻ മരുന്ന്, എനിക്ക് മരുന്ന് കുറച്ച് ആവശ്യം. കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നും. എന്താ വേണ്ട ഇറച്ചി മീനോട് ഇപ്പൊ താല്പര്യം. ഇപ്പൊ എന്തോ എനിക്ക് അതൃപ്തിയാണ്. ഈ അടുത്ത സിനിമ എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ ആയി തുടങ്ങി. അതിന് നമ്മള് സ്വപ്നം ആക്കണ്ട, നേരാകുമ്പോ വന്നെങ്കിൽ ഞാൻ ചെയ്യും. അപ്പൊ ഇനി ചൂസ് ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ എല്ലാത്തിലും. അവരോട് ഇവര് നോക്കിയ പോലെ ചിലപ്പോ ഇനിയുള്ളവർ നോക്കിയിട്ട് വരില്ല. അപ്പൊ അങ്ങനെ അവരോട് പറഞ്ഞ് അവർക്ക് താല്പര്യമാണെങ്കിൽ മാത്രം. അല്ലാണ്ട് ഇതിനു വേണ്ടി ഞാൻ ഓടുകയൊന്നുമില്ല. ഈ കഥയും കൂടെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം. കഥയും തന്നെയല്ല എന്നെ ഈ ഒരു പരിചയം. കഥയും വേറെ ഞാൻ ചെയ്യുന്ന എനിക്ക് ഇതുണ്ട്. പക്ഷേ എന്റെ പ്രായവും എന്റെ പരിധിയും എന്നെ ഇതേപോലെ സംരക്ഷിക്കാൻ ഉണ്ടെങ്കിൽ മാത്രം. അല്ലാണ്ട് ചാടി കയറി സിനിമ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ത്യാഗം ചെയ്യാനൊന്നും ഞാൻ തയ്യാറാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ പൊന്നുപോലെ എന്റെ മക്കൾ നോക്കുന്നത്. പിന്നെ ഇതൊരു രസമല്ലേ ജീവിതത്തില്, അത്രമാത്രം. ഈ ചിരി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടാണ് ഈ ബാലൻ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നത്. അമ്മമ്മയുടെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ്. റിയൽ ലൈഫിൽ അങ്ങനത്തെ ചിരിയാണ്. എനിക്ക് പറ്റിയ സീമ പൊട്ടിച്ചിരി ചെയ്യാറുണ്ട്. അപ്പൊ ബേസിക്കലി സംബന്ധിച്ച് കഴിഞ്ഞാൽ അമ്മാമ്മയുടെ എന്തെങ്കിലും ഈ ഫീച്ചേഴ്സ്, ഇപ്പൊ ചിരിയോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങള് അത് കണ്ടിട്ട് ഇതുപോലെ ചിദംബരം പറഞ്ഞിരുന്നു അത് കൊള്ളാം, അത് നമുക്ക് സിനിമയിലൊക്കെ എടുക്കാം. വണ്ടിയിൽ പോയി വെടിവെച്ച ചിദംബരമൊക്കെ കൈ അടിച്ചിട്ട് എന്തായിരുന്നു പോയോ. അവര് പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ വെടിവെപ്പ് സാമാന്യ പ്രായത്തിലുള്ള ഇല്ല. അപ്പൊ അതൊക്കെ ചെയ്തപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ യഥാർത്ഥത്തിൽ അത് ഷൂട്ട് ചെയ്യുന്ന ഇത് മീൻസ് ഫിലിമിന് വേണ്ടിയുള്ള തോക്കാണെങ്കിലും അമ്മമ്മ ഇരുന്ന് വെടിവെച്ചതാ ഒറിജിനലായി. ഈ ഇതേപോലെ പറമ്പിലൊക്കെ പിള്ളേരൊക്കെ വന്ന് കയറാൻ നേരത്തെ ഇതേപോലെ 2 എണ്ണമൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടാറൊക്കെ ഉണ്ട്.
അവിടെയല്ലേ? അല്ല സിനിമ റിയൽ ഇവിടെയല്ലേ? ഇവിടെ ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറ്. പിന്നെ അതിന്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ അങ്ങനെയുള്ളവരൊന്നും ഇല്ല. പിന്നെ മുതുവറയിലിരിക്കുമ്പോ അവിടെ ഞാൻ പുലി തന്നെയായിരുന്നു. കാരണം അന്ന് എനിക്ക് ഇത്തിരി കൂടെ ചെറുപ്പല്ലേ. ഒരു 10 വർഷം 5 കൊല്ലം ഞങ്ങൾ വാടകയ്ക്ക് ഇരുന്ന് വീട് പണിയാൻ വേണ്ടിട്ട്. അപ്പൊ അവിടുന്ന് പോന്നിട്ട് 10 വർഷം. 10 വർഷമാകുമ്പോ എനിക്ക് 10 വയസ്സ് താഴെയായി. 76 എന്നുള്ളത് 66. ഇപ്പോഴും സുന്ദരിയൊക്കെ തന്നെ. അല്ല, സുന്ദരിയുടെ കാര്യം 66 വയസ്സിൽ അതിന്റെ ഗൗരവമുണ്ട്. അപ്പൊ അന്ന് കാലത്ത് ഈ പിള്ളേരൊക്കെ കുറുമ്പ് കളിച്ചിട്ടൊക്കെ നിങ്ങളുടെ പ്രായമൊക്കെ തന്നെ ഈ മതിലയിലൊക്കെ വന്നിരിക്കും ഓടിക്കുന്നു. ഇറങ്ങി ആ പരിസരത്ത് ഒരാളിരിക്കില്ല. ഇഷ്ടമാണ് എന്നെ അമ്മ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ സ്നേഹത്തോടെ വിളിച്ചവര് മക്കളത് ചെയ്യരുത്. ആദ്യം വാണിങ്, അത് കഴിഞ്ഞ് പറ്റിയില്ലെങ്കിൽ ഭാഗത്ത് മുഴുവൻ ഞങ്ങളുടെ ആ ഭാഗത്ത് മുഴുവൻ ആരും ഇല്ല. എന്താ പറയാ, വളരെ സൈലന്റ് ആയി. ആ പ്രദേശം ഇത്രയും സ്ഥലം മുഴുവൻ അനക്കില്ല. അമ്മാമ്മ അവിടെ വിട്ട് വന്നു കഴിഞ്ഞപ്പോ പിള്ളേരൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. പിള്ളേര് വരും ഇവിടെ. അയ്യോ, പിള്ളേർക്കൊക്കെ എന്നെ ജീവനാ. ഞാൻ വഴക്കൊക്കെ പറയും, ചീത്ത പറയും. അവർക്ക് എന്നെ ഇഷ്ടമാണ്. അമ്മ വന്നാല് എനിക്ക് അവരെ വഴക്കുണ്ടായാലും കുടുംബത്ത് വഴക്കില്ലാത്ത പോകും, വഴക്ക് തീർക്കുക. അതുപോലെ ഞങ്ങളവിടെ ഒരു തമിഴന്മാരെ താമസിച്ചിരുന്നു. അവിടെ എന്തോ ഒരു ലവ് കേസൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വിട്ടുത്തിയായിട്ട് അപ്പോഴും കത്തി ഭയങ്കര സ്നേഹാട്ടോ. അപ്പൊ അവിടെ ഇടയ്ക്ക് അവള് അങ്ങനെ തന്നെയായിരുന്നു മുതുവറയില്. ഇവിടെ വന്നപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് ഞാൻ പുറത്തിറങ്ങിയില്ല. പിന്നെ ഇവിടെ അങ്ങനെയുള്ളവരൊന്നുമില്ല. വളരെ സൈലന്റ് എല്ലാ മക്കളും. അപ്പൊ എല്ലാ ആശംസയും അടിപൊളി. ഇതേപോലത്തെ ഒരുപാട് ക്യാരക്ടറിന് വേണ്ടി കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നു. താങ്ക് യു.